നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നന്ദിത വാ ഇരിക്കേ. ഞാൻ പറഞ്ഞിട്ടാണോ നന്ദിതയ്ക്ക് ഇരിക്കാൻ? ഇരിക്കേ. ആ നന്ദിത എത്തിയിട്ട് ഓർഡർ ചെയ്യാന്ന് കരുതിയതാ. എന്താ കുടിക്കാൻ വേണ്ടത്? ഇപ്പൊ ഒന്നും വേണ്ട, വേണമെങ്കിൽ പിന്നീട് പറയാം. ആ ശരി. സാറിന് ആവശ്യമുള്ളത് ഓർഡർ ചെയ്തോളൂ. അത് വേണ്ട, ഒരുമിച്ച് മതി. പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. നന്ദിതയ്ക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്കിത് പ്രധാനപ്പെട്ടതാണ്. എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. എന്നാ എനിക്കത് പറയാതിരിക്കാനും പറ്റില്ല. എന്താണെങ്കിലും പറഞ്ഞോളൂ സർ. എന്തും കാണാനും കേൾക്കാനും സഹിക്കാനും ഒക്കെ എന്റെ മനസ്സ് വളരെ ബലപ്പെട്ട് കഴിഞ്ഞു. ജയിൽവാസം നന്ദിതയെ അത്രയേറെ മാറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ജയിലിൽ വന്ന് നന്ദിതയെ കാണണമെന്ന് പലവട്ടം ഞാൻ ആലോചിച്ചതാ. പക്ഷേ അവിടെ വെച്ച് ആ നിലയിൽ നന്ദിതയെ കാണാൻ എനിക്ക് ധൈര്യം ഉണ്ടായില്ല. അതാണ് സത്യം. അല്ലെങ്കിലും സന്ദർശകരെ കാണാൻ എനിക്കും താല്പര്യമില്ലായിരുന്നു സർ. നന്ദിത ആ കേസിൽ കുടുങ്ങിപ്പോയതിൽ എനിക്ക് എന്തെന്നില്ലാത്ത സങ്കടമുണ്ട്. അതൊന്നും പ്രശ്നമല്ല സർ. അല്ലെങ്കിലും അതിലെനിക്ക് തീരെ സങ്കടമില്ല. എന്റെ മനസ്സിൽ നന്ദിതയ്ക്ക് വേറിട്ടൊരു ഇമേജാ. സഹനത്തിന്റെ പ്രതീകമായിട്ടാണ് നന്ദിതയെ ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്ദിതയോട് ആരാധനയാണ് തോന്നുന്നത്. കുടുംബം നടത്തിക്കൊണ്ടു പോകാനും മക്കളെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കാനും വിശ്രമമില്ലാതെ അധ്വാനിക്കുന്ന നന്ദിത എന്റെ മനസ്സിനെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. കുടുംബം നോക്കേണ്ടത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഉത്തരവാദിത്വമാണല്ലോ സർ. പക്ഷേ നന്ദിതയുടെ ഈ ഒറ്റയ്ക്കുള്ള പോരാട്ടം അതിന്റെ മഹത്വം ഒന്ന് വേറെയാ.